തീ പോലും കത്തിക്കാതെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. മുകളിൽ നല്ല ക്രഞ്ചിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തിക്കായിട്ടുള്ള ഒരു ക്രീമി സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണേ. അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രൂട്ടി ബ്രെഡ് ഇല്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ അരികവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ക്രീം മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തതിലേക്ക് കോൺഫ്ലേക്സ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അരച്ചൂടോടുകൂടെ തന്നെ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുകളിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നല്ല ക്രഞ്ചി ആയിരിക്കും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.